ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. സോ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടിയിട്ട് പോണേന്ന് അറിയോ? ഇന്ന് ക്ലേ വെച്ച് നമുക്ക് മേക്കപ്പ് സെറ്റ് ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായിട്ട് മേക്കപ്പ് സെറ്റ് ഉണ്ടാക്കുന്നത് അവരാണ് ഇന്നത്തെ വിന്നർ. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ടൂൾസും ഇവിടെ ഇരിപ്പുണ്ട്. ഇഷ്ടമുള്ള ടൂൾസും ഇഷ്ടമുള്ള ക്ലേയും വെച്ചിട്ട് നിങ്ങൾക്ക് മേക്കപ്പ് സെറ്റ് ഉണ്ടാക്കാം കേട്ടോ. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട് നൗ. ഓക്കെ, ഫസ്റ്റ് ഞാൻ എന്താണ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുക. ഫസ്റ്റ് നമുക്ക് ക്ലേ കുറച്ചെടുത്തിട്ട് നമുക്കൊരു ബോൾ പോലെ ആക്കി എടുക്കണം. ഇനി നമുക്ക് ഈ ബോൾ ഇവിടെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഐറ്റം വെച്ച് നമുക്ക് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൽ നിന്നൊരു ടൂൾ എടുക്കാം. ഇനി നമുക്ക് ഇതിന് ഒരു റെക്ടാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പൊ ഇത് റെക്ടാങ്കിൾ ഷേപ്പിൽ എടുത്തിട്ടുണ്ട്. നല്ല ഗ്ലിറ്റർ ഒക്കെ കാണാൻ എന്ത് രസമായതില്. ഇനി നമുക്ക് എല്ലാ കളറിൽ നിന്നും കുറേശ്ശെ എടുത്ത് ബോൾസ് ആക്കി ഇതിൽ ഇവിടെ ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ സർക്കിൾ പോലെ എടുത്തിട്ട് ചെറുതായിട്ട് നമുക്കൊന്ന് ഫ്ലാറ്റ് ആക്കി കൊടുക്കാം. കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഫ്ലാറ്റ് ആക്കി കൊടുത്തിട്ട് നമുക്കിത് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഓക്കെ, ഇത് ഇത്രയും വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സൂപ്പർ ആയിട്ടുള്ള ഐ പാലറ്റ് റെഡി. അപ്പൊ ഞാൻ സൂപ്പർ ആയിട്ടുള്ള ഐ പാലറ്റ് ഉണ്ടാക്കി. അടുത്തത് നമുക്ക് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ചീപ്പ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ബേസ് ആയിട്ട് നമുക്കൊരു ഗ്രീൻ കളറിലെ ക്ലേ എടുക്കാം. എന്നിട്ട് നമുക്കിത് റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കണം. അതുപോലെ റൗണ്ട് ആക്കിയിട്ട് നമുക്ക് നമ്മുടെ സ്ലൈറ്റ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്കൊരു റൗണ്ട് ഷേപ്പിൽ കിട്ടണം ഇത്. ഓക്കെ, നമ്മുടെ ചീപ്പിന്റെ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ സൈഡൊക്കെ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. ഫിനിഷ്. ഇനി നമുക്ക് ഡാർക്ക് പിങ്ക് കളർ കുറച്ചെടുത്തിട്ട് ബോൾ ആക്കി എടുക്കാം. അപ്പൊ നമ്മൾ ഡാർക്ക് പിങ്ക് ഉണ്ടോ ഇതുപോലെ റോൾ ആക്കി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇനി ഇതിന്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഗ്രീൻ തന്നെ എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കണം. എന്നിട്ട് നമുക്ക് മുകൾ ഭാഗത്ത് കുറച്ചൊന്ന് തിന്നായിട്ടും താഴെ തിക്കായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഒരു ഹോൾ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ നോർമലി നമ്മുടെ ചീപ്പിൽ ഇതുപോലെ ചെറിയ ചെറിയ സംഭവങ്ങളാണല്ലോ അതും വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കോംബോ റെഡി. വാ, എന്ത് ബ്യൂട്ടിഫുൾ ആയ റോസ് എല്ലാം ചെയ്തിരിക്കുന്നത്. എനിക്കും ചെയ്യണം. ഞാൻ പർപ്പിൾ കളറുള്ള ഒരു ബോൾ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. എന്നിട്ട് ഇതിന്റെ സൈഡിലൊക്കെ ഉള്ളത് മാറ്റി കൊടുത്തിട്ടുണ്ട്. നല്ല ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടെണ്ണമായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് രണ്ടും കൂടി ഇങ്ങനെ എടുത്തിട്ട് ഇതുപോലെ ഓപ്പോസിറ്റ് ആയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് സിസേഴ്സിന്റെ ബാക്കി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് യെല്ലോ കളർ ക്ലേ എടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ പരത്തി രണ്ടാക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു റൗണ്ട് പോലെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഈ ഒരു സിസേഴ്സിൻ്റെ താഴെയായിട്ട് നമ്മൾ ഇതുപോലെയാണ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പം നല്ല ക്യൂട്ടായിട്ടുള്ള അടിപൊളി സിസേഴ്സ് റെഡി. എനിക്ക് തോന്നുന്നു എനിക്ക് ഫസ്റ്റ് കിട്ടുന്നു. കാരണം സിസേഴ്സ് ഒന്നും ആരും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഇനി ഒരു ബോൾ പോലെ എടുത്തിട്ട് അത് നമ്മൾ നടുക്ക് വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ സിസേഴ്സ്. എങ്ങനെയുണ്ട് ഗൈസ്? ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. എല്ലാവരും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാമോ പ്ലീസ്? നല്ല കുട്ടികളല്ലേ. ഇനി നമുക്ക് കുറച്ച് ഗ്രീൻ എടുക്കണം. ഗ്രീൻ 2 സൈസ് ഗ്രീൻ എടുത്ത് ഞാൻ മിക്സ് ചെയ്തെടുത്ത് ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് റോൾ പോലെ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കളയണം. എന്നിട്ട് ഇതുപോലെ കുറച്ച് മുകളിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പം ഞാൻ എന്താ ഉണ്ടാക്കുന്നതെന്ന് അറിയാമോ? ഞാനൊരു ക്യൂട്ടായിട്ടുള്ള ബാഗ് ഉണ്ടാക്കുകയാണ്. ഇനി നമുക്ക് ഇതിൽ പാറ്റേൺ ഡിസൈൻസ് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓപ്പോസിറ്റും ആയിട്ട് ഇതുപോലെ ഇങ്ങനെ ലൈൻസ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ടോപ്പ് ഒന്ന് നീറ്റാക്കി എടുത്തിട്ട് നമുക്ക് കുറച്ച് യെല്ലോ കളറുള്ള ക്ലേ റൗണ്ടിനെടുത്തിട്ട് ഇങ്ങനെ നടുക്ക് കട്ട് ചെയ്ത് നമുക്കൊരു ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കാം ഗൈസ്. ഹായ്, അപ്പം നമ്മൾ ക്യൂട്ടായിട്ടുള്ള ഹാർട്ട് ഷേപ്പ് റെഡി. ഇത് ടോപ്പിൽ നമുക്ക് ഇങ്ങനെ നടുക്കായിട്ട് ഹാർട്ട് ഷേപ്പ് വെച്ച് കൊടുക്കാം. ഇനി കുറച്ച് പർപ്പിൾ ക്ലേ എടുത്ത് നമുക്ക് ഇതുപോലെ റോൾ ചെയ്തിട്ട് നമുക്ക് ബാഗിന് ഇതുപോലെ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടുള്ള സംഭവം റെഡിയാക്കി നമുക്ക് വെച്ചാൽ നമുക്ക് ക്യൂട്ടായിട്ടുള്ള ബാഗ് റെഡി. ഇഷ്ടമായോ ഇല്ലേ എന്ന് പറയണേ. വാവ്, അച്ചു റോസ് ക്യൂട്ടായിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കി. എനിക്കും ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഓറഞ്ച് ക്ലേ എടുക്കുന്നു. ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തിട്ട് ഇതിൻ്റെ ടോപ്പ് ഇതുപോലെ ഒന്ന് തിന്നാക്കി കൊടുക്കുന്നു. ഇനി നമുക്ക് കുറച്ച് ഒരു അടപ്പ് പോലെ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ക്ലേ എടുക്കാം. ഇതുപോലെ റൗണ്ട് ആദ്യം ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കണം. ദെൻ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ വെച്ചാൽ നെയിൽ പോളിഷ് റെഡി. വാവ്, ക്യൂട്ടായിട്ടുള്ള നെയിൽ പോളിഷാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇനി നമുക്ക് എന്താ ഉണ്ടാക്കേണ്ടത്? ഇനി യെല്ലോ കളറിലെ ക്ലേ എടുത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് റൗണ്ടിന് ഇതുപോലെ ഒന്ന് റൗണ്ടാക്കി എടുക്കുക. എന്നിട്ട് സൈഡ് നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് സൈഡ് എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ താഴെ ഇതുപോലെ കട്ട് ചെയ്ത് ഇതുപോലെ കൊടുക്കണം. അപ്പോൾ ഞാൻ എന്താ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെയുള്ള ചെറിയ കോമ്പല്ലേ അതാണ് ഞാൻ ഉണ്ടാക്കിയത്. എങ്ങനെയുണ്ട് ഗൈസ്? ഇഷ്ടമായോ? അപ്പം എൻ്റെ കോം റെഡി. കിഡ്സ്, നിങ്ങളുടെ സമയം കഴിഞ്ഞു. എല്ലാവരും ചെയ്ത് തീർന്നോ? ഇനി ഞാനൊന്ന് നോക്കട്ടെ. വാവ്, റോസ് എന്തൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്?
ക്വയറ്റ് ആൻഡ് കോം. വെരി വെരി ബ്യൂട്ടിഫുൾ. വൗ അച്ചു, സിസേഴ്സ് ഫസ്റ്റ് ടൈം ആണല്ലോ നമ്മുടെ സ്കൂളിൽ ഇതുപോലൊരു കോമ്പറ്റീഷനിൽ സിസേഴ്സ് ഉണ്ടാക്കിയത്. ഇത് ഉണ്ടാക്കാൻ വേണ്ടി നല്ല പാടാണെന്ന് അറിയാലോ. എന്നിട്ട് ഇത്ര ക്യൂട്ടായിട്ട് സിസേഴ്സ് ഉണ്ടാക്കിയ അച്ചുവിന് എൻ്റെ വക സ്പെഷ്യൽ ക്ലാപ്പ്. ആൻഡ് ക്യൂട്ടായിട്ടുള്ളൊരു ബാഗ് ഉണ്ടാക്കിയിട്ടുണ്ട്, അടിപൊളി. ഗൗരി എന്തൊക്കെയാണ് ഉണ്ടാക്കിയത്? ഒരു ചെറിയ കോംബ് ആൻഡ് ക്യൂട്ടായിട്ടുള്ള നെയിൽ പോളിഷ്. നിങ്ങളുടെ എല്ലാവരും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എന്നിരുന്നാലും ഇന്നത്തെ നമ്മുടെ വിന്നർ അച്ചു.